ഏത് ഭീകര സംഘടന ആയിക്കോട്ടെ അത് രൂപീകരിച്ച് തൊട്ടു പിന്നാലെ തന്നെ വലിയ ഇൻ്റലിജൻസ് ശേഷിയിലേക്കൊന്നും അതിന് വളരാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക. ജെയ്ഷെ മുഹമ്മദിനൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. ISI എന്ന് പറയുന്ന സംഘടനയുടെ ശക്തമായ പിന്തുണയുണ്ട്. എല്ലാ തരത്തിലെയും വളർച്ച, രക്ഷകർത്തത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവർക്ക് ഈ സംഘടനകളൊക്കെ ആദ്യം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് അവരുടെ ഒരു സാന്നിധ്യം ലോകത്തെ അറിയിക്കണം. സാന്നിധ്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും എളുപ്പമാർഗം ആൾക്കൂട്ടത്തിനിടയിൽ ബോംബ് വെക്കുക എന്നുള്ളതാണ്. മാർക്കറ്റുകളിൽ, അത്തരം ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലങ്ങളില്ല, ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലങ്ങളില്ല, അല്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ വെക്കും. അപ്പോൾ ഒരു ബോംബ് കൊണ്ടുവന്ന് അവിടേക്ക് താരതമ്യേന ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലത്തേക്ക് ഒരാൾ ചാവേറാവാൻ തയ്യാറുള്ള ഒരാൾ എങ്കിലും ഉറപ്പുണ്ടെങ്കിൽ, ചാവേറ് തന്നെ വേണം എന്നില്ല, ഒരാൾ അകത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറുള്ള ഒരാൾ ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ബോംബ് കൊണ്ടുപോകാം, അതൊരു സ്ഥലത്ത് വെക്കാം. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ബോംബ് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർ മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യും. ഇതേ ബോംബ് തന്നെ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ഒഴിഞ്ഞ റോഡിലോ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിലോ വെച്ചാൽ ചിലപ്പോൾ കെട്ടിടത്തിൻ്റെ സൈഡെങ്ങാനും പൊട്ടിപ്പോകുന്നതിനപ്പുറം ഒന്നും ഉണ്ടാകണം എന്നൊന്നുമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ആളുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ നടന്നു പോയാൽ പോലും മറ്റൊരാളെ മുട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ മരിക്കുന്ന അവസ്ഥയുണ്ട്. അത് സാധാരണ പൊട്ടിക്കുന്നൊരു ഗുണ്ട് അവിടെ കൊണ്ടുവച്ച് പൊട്ടിച്ചാൽ പോലും ചിലപ്പോൾ 1-2 പേർ മരിച്ചു പോകാനൊക്കെ ഉള്ള അവസ്ഥയുണ്ട്. ഇത് ഏറ്റവും ഇൻ്റലിജൻസ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ്. അത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടിയ ഇൻ്റലിജൻസ് ആവശ്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ അവരുടെ ടാർഗറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും.